ഹാലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, നമ്മുടെ ഗ്രൂപ്പിലുള്ള അനേകം മക്കള് അങ്ങനെ തന്നെ പറയാൻ ചേച്ചി, വിദേശത്താണ് അവർ പലരും കഴിയുന്നത്. വിദേശം എന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രിയിലുണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്, അങ്ങനെ പലയിടത്തും ജോലി ചെയ്യുന്ന കുട്ടികൾ. അവരെനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടപ്പം കരഞ്ഞുകൊണ്ട് പലരും പല ആവർത്തി പറഞ്ഞൊരു കാര്യമാണ് ചേച്ചി ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം അച്ഛനും അമ്മയ്ക്കും ഇത്തിരിയൊക്കെ പ്രായമായി, വലിയ വരുമാന മാർഗമൊന്നും അവർക്കില്ല. പക്ഷേങ്കിൽ ഇവർക്ക് താഴെ ഒരനുജൻ അല്ലെങ്കിൽ പെങ്ങന്മാര്, പ്രത്യേകിച്ചും സഹോദരങ്ങളെയാണ് അവർ പറയുന്നത്. അവരെ പഠിപ്പിക്കുകയാണ് ഇവർ വിദേശത്ത് പോയിട്ട് ഒരു വീട്ടിൽ ഒരു എന്തെന്നാ പറയുക, കഠിനാധ്വാനി ഉണ്ടായിരിക്കും. പോത്തിനെ പോലെ പഠിപ്പിക്കാൻ ഒരു കഠിനാധ്വാനി ഉണ്ടാവും. അവൻ്റെ കയ്യിൽ തോമ്പയായിരിക്കും. അവനായിരിക്കും കഷ്ടപ്പെട്ട് ആ വീട് മുഴുവൻ നോക്കുന്നു. മാതാപിതാക്കൾക്കും മാനമഹത്വം കൊടുക്കാനും ആ ദേശത്ത് വലിയ വീടുകൾ പണിയുന്നു. എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുജന്മാരെ, പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും അനുജന്മാരെ വിവാഹം കഴിച്ചയപ്പിക്കാനും അവരെ പഠിപ്പിക്കാനും കഷ്ടപ്പെടുന്ന മക്കള്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് ഈ അനുജന്മാരൊക്കെ ജോലിയായി അവർ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു അവനായിരിക്കും. അവൻ നീ എന്ത് ചെയ്തു എന്നാണ് പിന്നെ ഒരു ചോദ്യം ചോദിക്കുക. എന്നിട്ട് ആ വീട് പോലും അവൻ സ്വന്തമാക്കാൻ നോക്കും. പിന്നെ ഈ ചേട്ടൻ കഷ്ടപ്പെട്ടതുമില്ല, നോക്കിയതുമില്ല. അതിനേക്കാൾ മോശക്കാരായിട്ടാണ് നമ്മളിപ്പോൾ പലരും കാണുന്നത്, അവരെ ഭാര്യമാരെയും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമാണ്. എൻ്റെ പൊന്നുമക്കളോട് ഞാനൊരു കാര്യം പറയാണ്. ദൈവം നിങ്ങൾക്ക് തന്ന സമ്പാദ്യം അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങൾ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കാനാണ് പ്രഭാഷകന്റെ പുസ്തകം നമ്മോട് പറയുന്നത്. എന്നാൽ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും തന്നാൽ ദശാംശം കൊടുക്കുക. കഴിവിനൊത്ത് മറ്റുള്ളവരെ ദാനധർമ്മം ചെയ്തും ഒക്കെ സഹായിക്കുന്നത് നല്ലത് തന്നെ, ഒരു പരിധി വരെ. ബാക്കി നിങ്ങൾ നിങ്ങളുടെ പേരിൽ സേവ് ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ ഒരു വഴിയില്ലാത്തൊരു വീട്, ഒരു വഴിയില്ല, എന്തോ ചെറിയ വിലയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഉടനെ പോയിട്ട് അതിലൊരു വീട് വെക്കുകയോ മറ്റുള്ളവരുടെ എന്താ പറയുക, നിന്ദനത്തിന് നിങ്ങൾ പാത്രമാവുകയോ ചെയ്യരുത്. വഴിയുണ്ടോ ആദ്യം തന്നെ, എങ്കിലേ അതിൽ നിങ്ങൾ പണം ചെലവഴിക്കാൻ തയ്യാറാകാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവരാരെങ്കിലും സഹോദരങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പാവുമെന്ന് നിങ്ങൾ സ്വപ്നം പോലും പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ കർത്താവ് പറയും, നീ എന്തിനിങ്ങനെ ചെയ്തു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്യരുതെന്ന്. നീ എന്താണ് വിവേകമില്ലാതെ പ്രവർത്തിച്ചതെന്ന് ചോദിക്കാൻ അവസരം ഉണ്ടാകരുത്. പ്രഭാഷകന്റെ പുസ്തകം 14 അധ്യായം 11 മുതലുള്ള തിരുവാക്യങ്ങൾ. മകനെ, കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക, കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുൻപ് സ്നേഹിതനെ നന്മ ചെയ്യുക. കണ്ടോ, അവിടെയും കർത്താവ് പറഞ്ഞ സ്നേഹിതൻ എന്നാണ്. നന്മ ചെയ്യുക, ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്കർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടിടുകയും ചെയ്യില്ലേ. കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും. നീ മരിക്കണം എന്നാണ് ആദിയിലേയുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നു, നിനക്ക് ദൈവം ഇന്ന് തന്ന സമ്പത്ത് കൊണ്ട് കൊണ്ടും കൊടുത്തും നീ ജീവിക്കാൻ. എൻ്റെ ഒരു അനുഭവം ഞാൻ എൻ്റെ മക്കളോട് പറയണം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്ക് ആദ്യമൊക്കെ കേട്ടോ കർത്താവിലേക്ക് വന്ന, ആദ്യം എന്ന് വെച്ചാൽ ഒരു 2 കൊല്ലം മുൻപും വരെ എന്തൊരു കൊച്ചു പ്രയാസം ഉണ്ടായാലും ഞാൻ വളരെ ദുഃഖിതയായിരിക്കും. എനിക്ക് ഇത്തിരി കിട്ടിയാൽ മതി, ഞാൻ വേഗം വേദനിക്കും. പിന്നെ അതേക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഞാൻ കരയും. ഞാൻ രാത്രിയൊക്കെ കിടന്ന് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കരയും. എന്തുകൊണ്ടാ പയ്യ ഇങ്ങനെ, എന്താ പയ്യ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് സ്നാപക യോഹന്നാൻ പോലും ചോദിച്ചു, നീ തന്നെയാണോ ദൈവം, ഇനി ഞങ്ങൾ വേറെ വല്ലവരെയും കാത്തിരിക്കണമോന്ന്. ആ കഴുത്തങ്ങോട്ട് അറുത്ത് കളഞ്ഞു. സ്നാപക യോഹന്നാന്റെ പരിശുദ്ധാത്മാവ് ഉദരത്തിൽ വെച്ച് നിറഞ്ഞവനായിരുന്നു. എന്നിട്ട് പോലും ചോദിച്ചു, നിന്നെ അല്ലാതെ വേറെ വല്ലവരെയും ഞങ്ങൾ കാത്തിരിക്കണമോന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പൊ കുറേ അങ്ങോട്ടായിട്ട് ദൈവം എനിക്ക് തന്ന ഒരു വൻ കൃപയാണ്.
എന്തു വന്നാലും അത് ദൈവം എൻ്റെ നന്മയ്ക്കാക്കി മാറ്റുന്നതാണ് എന്ന് ഞാൻ എന്നോട് തന്നെ, എൻ്റെ ഉള്ളിലകത്ത മനുഷ്യനോട് ഞാൻ സ്വയം പറയും. വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ മുങ്ങിക്കുളിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്നു എന്ന് ഞാൻ സ്വയം പറയും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താൻ സാധിക്കും? മരണമോ ദുഃഖമോ എന്ത് ആപത്തോ വാളോ നഗ്നതയോ എന്താണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ സാധിക്കുക എന്ന് വചനം വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എനിക്ക് എവിടുന്നോ ഇല്ലാത്തൊരു പ്രത്യാശ എൻ്റെ ഉള്ളിൽ വന്ന് നിറയാൻ തുടങ്ങി. എന്ത് വന്നാലും അത് നന്മയ്ക്കാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങി. കർത്താവ് എന്നോട് പറഞ്ഞത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും സന്തോഷത്തിന് മാത്രമാണോ? അല്ല, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. അതിനൊരു ഉദാഹരണം ഇപ്പം ചേച്ചി പറയണം. കാരണം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചില കലഹങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ ഉടനെ വിചാരിച്ചു ഇത്രയധികം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വീട്ടിൽ എന്നും കലഹമാണല്ലോ എന്ന്. ഈ കലഹം ദൈവം നമുക്ക് അനുവദിക്കുന്നത് അതിൽ നിന്ന് ചില വ്യക്തികളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവായിരിക്കാം. വലിയൊരു കലഹങ്ങൾ നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ അന്ധമായിട്ട് അവർക്കൊരു കുറവുമില്ല, അതുകൊണ്ട് അവരിങ്ങനെ വളരെ മനോഹരമായിട്ട് ജീവിച്ചു കൊണ്ട് പോവുകയാണ്. ഒരു കലഹം പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ് അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ദൈവം ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ നന്മയ്ക്കല്ലേ? അവരെ മനസ്സിലാക്കാൻ, ഇവരെത്രത്തോളം നമ്മളെ കരുതുന്നു, ഇവരുടെ ഉള്ളിൽ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ തിക്താനുഭവങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ചേച്ചി വിശ്വസിക്കുന്നു. അവിടെ നമ്മുടെ ജോഷുവയുടെ പുസ്തകം, അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്, മോശ മരിച്ചുപോയി, ജോഷുവയുടെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ എന്നെ ജോഷുവ എല്ലാവരോടുമായിട്ട് പറയുക, ഒന്ന്, നിങ്ങൾ വിശ്വസ്തയോടെ മോശ നമുക്ക് പറഞ്ഞ ആ ഗ്രന്ഥത്തിലുള്ളതെല്ലാം നിങ്ങൾ അനുസരിക്കുകയും, അതായത് ബൈബിളിലുള്ളത് മുഴുവനും നിങ്ങൾ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. രണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. മൂന്ന്, ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണിത്. എത്ര കാര്യങ്ങളാ പറഞ്ഞത് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു കേട്ടില്ലേ? നിങ്ങൾക്ക് വേണ്ടുന്നത് പൊന്നുപോലെ ദൈവം തരും. ദീർഘായുസ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എത്രയോ പ്രാവശ്യം ചേച്ചി രോഗിയായി എന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ ചിലപ്പോൾ എഴുന്നേൽക്കില്ലായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിച്ചിട്ടില്ല. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുകയും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുവീഴും. ഓടിയാലും തടരില്ല, നടന്നാൽ ക്ഷീണിക്കുകയും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും പറയും, നടന്നു പറയും. ഈ വാഗ്ദാനത്തിന്റെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണം, എൻ്റെ കാലുകൾക്ക് ബലം തരണമേ എന്നിങ്ങനെ പറഞ്ഞു നടന്ന് എന്ത് വേണ്ടുള്ളൂ. എനിക്ക് അത്യാവശ്യം എഴുന്നേറ്റ് നിൽക്കാനും എൻ്റെ ശരീരത്തിൽ വേദനയുണ്ടായ ഭാഗങ്ങളൊക്കെ എന്താ പറയുക, കർത്താവ് പുനരാക്കി പുതിയതാക്കി മാറ്റിയ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എന്നെ എഴുന്നേൽപ്പിച്ചു തമ്പുരാൻ. അപ്പം ഞാൻ പറയും, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിന്റെ പക്ഷം പാലിന് നിനക്ക് ഞാൻ ദീർഘായുസ് ആരോഗ്യം തരുന്നത്. ഞാൻ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ മക്കളെ. കാരണം ഇതിലത്തെ വചനങ്ങൾ ഓരോന്നും അത് കണ്ടു കഴിഞ്ഞാൽ ചുമന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് എൻ്റെ കൈത്തണ്ടയിൽ, കിട്ടാത്ത വചനമാണെങ്കിൽ കൈത്തണ്ടയിൽ ഞാൻ എഴുതി വെച്ച് നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ഞാൻ വചനത്തിന് കൊടുത്തു. അത് സത്യമാണ്, അത് വചനമാണ്, അത് ദൈവമാണ്. ഹല്ലേലൂയ. രണ്ടാമത് പറയാണ്, കണ്ടോ, ഇക്കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾ വിസ്മരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാം. ഈ അന്യജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്ത് നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും കുടുക്കും, മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളുമായിരിക്കുന്നത് കേട്ടോ.
നമ്മൾ ഈ ആളുകളുമായിട്ട് ഇടകലർന്ന് ഉടമ്പടിയിൽ ഏർപ്പെട്ട് ആചാരങ്ങൾ ശീലിച്ച് ആ ഉത്സവങ്ങളിൽ പങ്കെടുത്ത് നടന്നാൽ കർത്താവ് പറയുന്നു അവർ നിങ്ങൾക്കൊരു കെണിയായി തീരുന്നു. കെണി എന്ന് വെച്ചാൽ എന്താ? എലി കെണിയിൽ പെട്ടാൽ അത് ചത്തുപോയി, അതിന് നമ്മൾ കൊല്ലും. പ്രൈസ് ദി ലോർഡ്. മുതുകിൽ ചാട്ടാണ്. നല്ല രസമല്ലേ? മുള്ളു കൊണ്ടുകൊണ്ട് നമ്മുടെ മുതുകിൽ ഇങ്ങനെ ചാട്ട കൊണ്ട് അടി എപ്പോഴും കിട്ടിയ അടിമകളെ പോലെ അങ്ങനെയാക്കി തീർക്കുന്ന കർത്താവ് നിങ്ങളെ. ഇത് ചെയ്യുന്ന ആള് കർത്താവാ. നന്മയും തിന്മയും വരുന്നത് കർത്താവിന്റെ കയ്യിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് പറയാണ്, അവ കണ്ണിൽ മുള്ളായിരിക്കുന്നത്. നമ്മുടെ കണ്ണിലൊരു മുള്ളിരുന്ന് എങ്ങനെ ഇരിക്കും മക്കളെ? കർത്താവ് നമ്മൾ കർത്താവിനോട് പറഞ്ഞ, കർത്താവ് നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണേ എന്നാ. നിന്റെ ചിറകൻ കീഴിൽ എന്നെ മറച്ചു കൊള്ളണമേ എന്നിട്ട് പറയാം, നിന്റെ കണ്ണിൽ ഒരു മുള്ളു പോലെയൊക്കെ ഇത് വെച്ച് തരുന്നു കർത്താവ്. നിന്റെ മുതുകിൽ ചാട്ട, നിന്നെ ഞാൻ കുടുക്കിൽ പെടുത്തിയിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തു വന്നാലും എങ്ങനെ വന്നാലും ഓരോ പ്രഭാതത്തിൽ എന്തു വേദന വന്നാലും വിലാപങ്ങളുടെ പുസ്തകം അതിനകത്ത് 3-ാം അധ്യായം 22-ാം തിരുവാക്യം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. കണ്ടു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് എനിക്കൊരു പ്രശ്നം ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്നോ ആരാധിക്കുന്നതിൽ നിന്നോ പുറകോട്ടേക്ക് നിൽക്കരുത്. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും ദൈവത്തെ ആരാധിക്കുക. എന്നിട്ട് പറയാം, കർത്താവ് എല്ലാറ്റിലും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ സർവസ്വവുമായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. എന്നിട്ട് പറയാം, നിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നതിനെ, കണ്ടു, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നതിനെ ഒരു ദിവസം കൂടി നൽകിയതിനെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവർത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. വാക്കാലോ പ്രവർത്തിക്കാലോ ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്താലും അതൊക്കെ എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കായിട്ടും ഞാൻ ചെയ്യട്ടെ. എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം വീശി നയിക്കണമേ. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായി സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. ദൈവകൽപ്പനകളെല്ലാം പാലിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ഈ വിഷയത്തിൽ ഒന്ന്, നിങ്ങൾക്ക് തന്ന സമ്പത്ത് കൊണ്ട് നിങ്ങൾ ഇത് നാളെ ഞാനിതൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ താഴാദികളെയൊക്കെ പഠിപ്പിച്ച് കല്യാണമൊക്കെ കഴിച്ചു കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നൊക്കെ എന്തോ ഉപകാരമാവരുന്നു എനിക്കൊക്കെ കിട്ടുന്ന സ്വപ്നം പോലും എൻ്റെ മക്കൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്കുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടിയോ, എന്തെങ്കിലും അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കടമ നിങ്ങൾ നിറവേറ്റുക. ബാക്കി നിങ്ങളൊരു പുറത്ത് പോയിട്ട് ഒരു സ്ഥലം വാങ്ങി 5 സെന്റ് വീട് വെച്ച് നല്ലൊരു വീട് വെച്ച് വിവാഹം കഴിച്ച് ജീവിതം കൊണ്ടും കൊടുത്തും ആസ്വദിക്കുക. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിസ്തയവസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.